ഇന്ന് നമ്മൾ വെള്ളത്തിന്റെ നടുക്ക് യാത്ര. പറച്ചിലേട്ടങ്ങൾ വിചാരിക്കും ഞാൻ ലക്ഷദ്വീപിന്റെ നടുക്കറ്റാണെന്ന്. നമ്മളിവിടെ ഉള്ളത് ബേപ്പൂര് ബീച്ചിന്റെ നടുക്കാണ്. കുറച്ച് കാലൊക്കെ വരക്കണെങ്കിലോ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്ത് കാര്യമല്ലേ. ആദ്യം കയറണ്ടെന്നൊക്കെ വിചാരിച്ചു. അമ്മക്കെ മീൻസ് ഉമ്മ, ഞാന്, താത്ത, പിന്നെ എൻ്റെ ഒരു കസിൻ അനിയനുണ്ടായിരുന്നു. ഓനും എൻ്റെ അമ്മച്ചുള്ളത്. ചുരുക്കത്ത് പറയാനാണെങ്കിൽ എൻ്റെ കൂടെയുള്ള കസിനല്ലാണ്ട് നമുക്ക് നാലാക്കും ഉള്ളിൽ നല്ല വിറയലുണ്ടായിരുന്നു. അല്ലേ വെള്ളത്തിന്റെ നടക്ക. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് സൈഡിലൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങ് കുത്തിരിക്കാന്ന്. അപ്പം അതാ പൊരിഞ്ഞ വെയില്. എൻ്റെ ഉമ്മാക്ക് വെയിലത്ത് നട്ടിണ്ടേ പിന്നെ ബെഡ് വന്ന് കണ്ണ് പോലും പൊന്തൂല. അങ്ങനെ വെയിലത്ത് കണ്ണൊന്നും കാണാണ്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു കണ്ണങ്ങ് തുറന്നപ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്പീഡ് ബോട്ട്, പിന്നെ വേറെ എന്തോ ഒരു ബോട്ട്, പിന്നെ ഒരു ബോട്ടിന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ബോട്ടിൽ എല്ലാവരും അങ്ങ് വെല്ലസണതാ. ഉള്ളിൽ കുറച്ച് പേടിയുണ്ടെങ്കിലും മുമ്പിൽ വിചാരിച്ച് കയറാന്ന്. അങ്ങനെ മനസ്സോടെ നമ്മളെല്ലാവരും കയറി. അപ്പോൾ എൻ്റെ താത്തൻ്റെ മുഖത്ത് കടന്നൽ കുത്തിയ എക്സ്പ്രഷൻ തന്നെ. ഓക്ക് പുറത്തിറങ്ങിയ 3 ഡയലോഗ് എടുക്കാണ്ടാവുള്ളൂ. ഒന്നാമത്തെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, രണ്ടാമത്തെ എനിക്ക് വീട്ടിൽ പോകണം, മൂന്നാമത്തെ എനിക്കൊന്ന് പോയി കിടക്കണം. ഈ 3 ഡയലോഗ് നമ്മൾ പുറത്തിറങ്ങിയ ഓക്ക് ഫറലാണ്. അത് വിട്ടൊരു കളിയില്ല. പക്ഷെ കയറിയപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. പിന്നെ എൻ്റെ താത്തക്ക് ഒരു ഡയലോഗ് ഉള്ളു. അതും കയറി വണ്ടി നീങ്ങി അത് നടുക്കെത്തുമ്പോൾ ഒരു ഡയലോഗ്. ഇനി ഞാൻ എല്ലാത്തിലും കയറിക്കോളാം. പേടിച്ച് മുട്ടും കാലം വരെ വിറച്ചെൻ്റെ അമ്മച്ചിൻ്റെ ഡയലോഗുകളൊന്ന് കേൾക്കി. രസമുണ്ടോ ഇതൊക്കെ നോക്കി പറയും. രസമുണ്ടോ ബോട്ട് രസമുണ്ടോ? ഇവിടെ കേറിക്കുമ്പോ എന്ത് തോന്നുന്നു? എങ്ങനത്തെ ഒരു വേനുണ്ടോ? അയ്യോ ഷോട്ട് പോയി. ഇതിൽ വെച്ച് മാത്രമേ കേൾക്കണുള്ളൂ. ചിലപ്പോ ക്യാമറ എടുത്തുള്ളതുകൊണ്ടായിരിക്കാം. ക്യാമറ എടുക്കുന്നതിന് മുമ്പുള്ള ഡയലോഗ്, എടാ ഇത് രസമുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചത് ഭയങ്കര സ്പീഡിൽ പോകുമ്പോ ഇത് നല്ല രസമുണ്ടടാ. ഇതാണ് മൂപ്പത്തി പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ ഈ ബുക്കിൽ ഏറ്റവും എൻജോയ് ചെയ്തും വെച്ചാ ഇത് വെച്ചിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈ കിണത്തുനിന്ന് ആളെ നോക്കണ്ട, ഈ കണ്ടതാണ് എക്സ്പ്രഷൻ. എന്നാ ബൈ.